വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഏവരെയും അലട്ടുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് സർക്കാരും വനംവകുപ്പും കടന്നിരിക്കുന്നു. എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യം പഠിച്ച് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനായി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, ആ ഇടപെടൽ അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതോടെയാണ് മാനന്തവാടിയിൽ ഇന്ന് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 2 ആഴ്ചയായി മാനന്തവാടി കേന്ദ്രീകരിച്ച് നിരവധി വന്യമൃഗങ്ങളാണ് പുറത്തിറങ്ങുന്നതും ആക്രമണ പരമ്പരയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയും പുലിയും കടുവയും ഒക്കെ തന്നെ ഇതുപോലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കുരങ്ങനും മറ്റ് മൃഗങ്ങളും കൃഷിനാശം വ്യാപകമായി തന്നെ നടത്തിപ്പോരുകയാണ്. 11 ദിവസത്തിനിടയിൽ 2 പേരെയാണ് ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണമെന്ന് പറയുന്നത് അതിനും മുകളിലാണ്. കേരളത്തിൽ 8 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ 909 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 1-2 ആളുകളല്ല, 1000-നടുത്ത ആളുകൾ. ഈ കാലയളവിൽ 55,839 വന്യജീവി ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മൊത്തത്തിലായി 7,492 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ലഭ്യമാകുന്ന ഡേറ്റകൾ അനുസരിച്ചാണ് ഇത്രയും വിവരമുള്ളത്. ഡേറ്റകളിൽ ഉൾപ്പെടുത്താത്ത വിവരം ഇതിലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് അനുമാനം. 68.43 കോടി രൂപയുടെ കൃഷി നാശനഷ്ടമാണ് ഉണ്ടായത്. മരണാനന്തര നഷ്ടപരിഹാരം, ചികിത്സാ സഹായം, കൃഷി നാശത്തിനുള്ള നഷ്ടപരിഹാരം എന്നിവ 2021 മുതൽ 6,773 അപേക്ഷകളിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾ. അതിൽ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ്, വ്യക്തമായ രേഖകൾ കിട്ടാത്തത്, മരണപ്പെട്ട ആളിനെ തിരിച്ചറിയാൻ കഴിയാത്തത്, അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇതിന് നൂലാമാലകളായി നിൽക്കുന്നത്. ആ കുടുംബത്തിന് പകരം വയ്ക്കാനോ അവർക്ക് ആശ്വാസകിരണം പകരാനോ ഒന്നും തന്നെ സർക്കാരിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം വളരെ വേഗത്തിൽ അത് ഒത്തുതീർപ്പാക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്, ഇടപെട്ടിരിക്കുന്നത്. മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല പനച്ചിയിൽ അജീഷിൻ്റെ ഭാര്യയ്ക്ക് സ്ഥിരജോലിയും കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും നൽകാൻ ധാരണയായിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച തന്നെ ഈ പണം കൈമാറിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിലാണ് ഈ ധാരണ ഉണ്ടായത്. പ്രതിഷേധക്കാരുമായി ജില്ലാ കളക്ടർ രേണുരാജാണ് ചർച്ച നടത്തി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതായി അറിയിച്ചിരിക്കുന്നത്. അജീഷിൻ്റെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കുടുംബത്തിൻ്റെ 40 ലക്ഷം രൂപയുടെ കടബാധ്യത എഴുതി തള്ളുന്നതിനും സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്ന് കളക്ടർ തന്നെ പറയുന്നുണ്ട്. അതിൽ ഉറപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. സ്ഥിര ജോലിക്കുള്ള ശുപാർശ വളരെ വേഗത്തിൽ തന്നെ നൽകുന്നതായിരിക്കും. ഈ 10 ലക്ഷത്തിന് പുറമെയാണ് 40 ലക്ഷം കൂടി നൽകണമെന്ന ആവശ്യത്തിൽ അനുകൂല റിപ്പോർട്ട് നൽകാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്.